ഹായ്, സ്വാഗതം. ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ. നമുക്കറിയാം എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാംസിലും ഇമ്പോർട്ടൻ്റ് ആയൊരു ഭാഗമാണ് ഇംഗ്ലീഷ് ലാംഗ്വേജ്. കേരള ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റ് എക്സാം സിലബസിലെ ജനറൽ ഇംഗ്ലീഷ് സിലബസാണ് പ്രധാനമായും ഫോളോ ചെയ്യുന്നത്. ഒരു സെൻറ്റൻസിൽ വരുന്ന കോമൺ എറേഴ്സ് ഇൻ ദ യൂസ് ഓഫ് നൗൺസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ. സെൻറ്റൻസ് കറക്ഷനിലേക്ക് പോകുന്നതിന് മുൻപേ നമുക്ക് സെൻറ്റൻസ് എന്താണെന്ന് നോക്കാം. വ്യക്തമായ അർത്ഥമുള്ള ഒന്നോ അതിലധികമോ പദങ്ങളുടെ ഒരു കൂട്ടമാണ് സെൻറ്റൻസ് അല്ലെങ്കിൽ വാചകമെന്ന് പറയുന്നത്. വ്യക്തമായ അർത്ഥമുള്ള ഒന്നോ അതിലധികമോ പദങ്ങളുടെ ഒരു കൂട്ടമാണ് സെൻറ്റൻസ്. റൈസസ് ഇൻ ദ ഈസ്റ്റ് ദ സൺ. ഇതൊരു സെൻറ്റൻസ് ആണോ? അല്ല, കാരണം ഇതിന് വ്യക്തമായ ഒരു അർത്ഥമില്ല. നമുക്കിതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്. ഇതൊരു സെൻറ്റൻസ് ആണ്. ഹിസ് കറേജ് വൺ ഹിം ഓണർ. ഇതും ഒരു സെൻറ്റൻസ് ആണ്. കൈൻഡ്സ് ഓഫ് സെൻറ്റൻസസ്. മീനിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ സെൻറ്റൻസിനെ 4 തരംതിരിക്കാം. Declarative or assertive sentences, interrogative sentence, imperative sentence and exclamatory sentence. Declarative അല്ലെങ്കിൽ assertive sentences. Honesty is the best policy. ഇതൊരു പ്രസ്താവനയാണ്. Honesty is the best policy. They will listen to you. They won't listen to you. എന്തെങ്കിലും ഒരു ഇൻഫോർമേഷൻ നമുക്ക് തരുന്ന സെൻറ്റൻസ് ആണ് അസേർട്ടീവ് സെൻറ്റൻസ്. ഇത്തരം സെൻറ്റൻസുകൾ ഫുൾ സ്റ്റോപ്പിലായിരിക്കും അവസാനിക്കുന്നത്. പ്രസ്താവന, അറിയിപ്പ് അല്ലെങ്കിൽ പ്രഖ്യാപനം തുടങ്ങിയ ഇനത്തിൽപ്പെടുന്ന വാചകങ്ങളാണ് അസേർട്ടീവ് അല്ലെങ്കിൽ ഡിക്ലറേറ്റീവ് സെൻറ്റൻസ്. സബ്ജക്റ്റ് പ്ലസ് വെർബ് ആയിരിക്കും അസേർട്ടീവ് സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. സബ്ജക്റ്റ് പ്ലസ് വെർബ്. ദേ വിൽ ലിസൺ ടു യു. ഇവിടെ ദേ എന്ന് പറയുന്നത് സബ്ജക്റ്റും വിൽ വെർബും ആണ്. ഹീ ഈസ് സ്മാർട്ട്. ഹീ ഈസ് ദ സബ്ജക്റ്റ് ആൻഡ് ഈസ് വെർബും ആണ്. ഇൻറ്ററോഗേറ്റീവ് സെൻറ്റൻസ്. ഇൻറ്ററോഗേറ്റീവ് സെൻറ്റൻസ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു ചോദ്യമായിരിക്കും. ചോദ്യം 2 രീതിയിലുണ്ട്. യെസ് ഓർ നോ ക്വസ്റ്റ്യൻസും WH ക്വസ്റ്റ്യൻസും. ആർ യു ഓക്കെ എന്നുള്ളത് ഒരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. ഹാവ് യു ഡൺ യുവർ വർക്ക്? ക്യാൻ യു ഡൂ മീ എ ഫേവർ? വേർ ആർ യു ഗോയിങ്? ഇതൊക്കെ ഇൻറ്ററോഗേറ്റീവ് സെൻറ്റൻസ് ആണ്. ഇംപറേറ്റീവ് സെൻറ്റൻസ്. ഒരു സെൻറ്റൻസിൻ്റെ അർത്ഥം ഒരു ഉപദേശം, അപേക്ഷ അല്ലെങ്കിൽ ഒരു ആജ്ഞ ആണെങ്കിൽ അത് ഇംപറേറ്റീവ് സെൻറ്റൻസ് ആണ്. ഒരു സെൻറ്റൻസിൻ്റെ അർത്ഥം ഒരു ഉപദേശം, അപേക്ഷ അല്ലെങ്കിൽ ഒരു ആജ്ഞ ആണെങ്കിൽ അത് ഇംപറേറ്റീവ് സെൻറ്റൻസ് ആണ്. ബി ക്വയറ്റ്. ഓണർ യുവർ പാരൻസ്. ഗെറ്റ് ഔട്ട്. ബി കെയർഫുൾ. ഇതൊക്കെ ഇംപറേറ്റീവ് സെൻറ്റൻസ് ആണ്. എക്സ്ക്ലമേറ്ററി സെൻറ്റൻസസ്. സ്ട്രോങ് ഇമോഷൻസിനെ കാണിക്കുന്ന സെൻറ്റൻസസ് ആണ് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസസ്. എക്സ്ക്ലമേഷൻ മാർക്കിൽ അവസാനിക്കുന്നവയെല്ലാം എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് ആണ്. സെൻറ്റൻസിൻ്റെ അവസാനം മാത്രമല്ല, സെൻറ്റൻസിൽ എവിടെയെങ്കിലും എക്സ്ക്ലമേറ്ററി സൈൻ ഉണ്ടെങ്കിൽ അത് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് ആണ്. വാട്ട് എ ബ്യൂട്ടിഫുൾ ഡേ ഇറ്റ് ഈസ്. ഐ ഡോണ്ട് നോ വാട്ട് വിൽ ഹാപ്പൻ ദർ. ഇതൊക്കെ എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് ആണ്. പാർട്സ് ഓഫ് സ്പീച്ച്. ഒരു സെൻറ്റൻസിൽ ഒരു വേർഡിൻ്റെ ധർമ്മം എന്താണെന്നനുസരിച്ച് പാർട്സ് ഓഫ് സ്പീച്ചിനെ 8 ആയിട്ട്
തിരിച്ചിട്ടുണ്ട്. നൗൺ, ആഡ്ജക്റ്റീവ്, പ്രോനൗൺ, verb, adverb, preposition, conjunction and interjection. Pronoun, verb, adverb, preposition, conjunction, interjection. The noun ഒരു വ്യക്തിയെയോ സ്ഥലത്തെയോ വസ്തുക്കളെയോ സൂചിപ്പിക്കുന്ന വേർഡാണ് നാമം. ഒരു വ്യക്തിയെയോ സ്ഥലത്തെയോ വസ്തുക്കളെയോ സൂചിപ്പിക്കുന്ന വേർഡാണ് നാമം. പ്രധാനമായും 4 തരത്തിലുള്ള നൗണാണ് ഉള്ളത്. കോമൺ നൗൺ, പ്രോപ്പർ നൗൺ, കളക്റ്റീവ് നൗൺ ആൻഡ് അബ്സ്ട്രാക്റ്റ് നൗൺ. കോമൺ നൗൺ എന്ന് പറയുന്നത് ഒരേ ഇനത്തിൽപ്പെട്ട വസ്തു അല്ലെങ്കിൽ വ്യക്തിയുടെ പൊതുവിൽ പറയുന്ന പേരാണ് കോമൺ നൗൺ. ഒരേ ഇനത്തിൽപ്പെട്ട വസ്തു അല്ലെങ്കിൽ വ്യക്തികളെ പൊതുവിൽ പറയുന്ന പേരാണ് കോമൺ നൗൺ. പ്രോപ്പർ നൗൺ. പ്രോപ്പർ നൗൺ എന്ന് പറയുന്നത് പ്രത്യേക വ്യക്തി അല്ലെങ്കിൽ വസ്തുവിനെ എടുത്തു പറയുന്ന പേരാണ് പ്രോപ്പർ നൗൺ. ഒരു പ്രത്യേക വ്യക്തിയെയോ അല്ലെങ്കിൽ ഒരു പ്രത്യേക വസ്തുവിനെയോ പറയുന്ന പേരാണ് പ്രോപ്പർ നൗൺ. എക്സാമ്പിൾ നോക്കിയാൽ അശോക വാസ് എ വൈസ് കിങ്. ഇതിൽ അശോക എന്ന് പറയുന്നത് പ്രോപ്പർ നൗൺ ആണ്, ഒരു വ്യക്തിയുടെ പേരാണ്. കിങ് എന്ന് പറയുന്നതാണ് കോമൺ നൗൺ. ഒരേ ഇനത്തിൽപ്പെട്ട വസ്തുക്കളെയോ വ്യക്തികളെയോ പൊതുവിൽ പറയുന്ന പേരാണ് കോമൺ നൗൺ. അശോക വാസ് എ വൈസ് കിങ്. ഇതിൽ കിങ് എന്ന് പറയുന്നതാണ് കോമൺ നൗൺ. കളക്റ്റീവ് നൗൺ. ഒന്നിലധികം ആളുകളെയോ വസ്തുക്കളെയോ സൂചിപ്പിക്കുന്ന നാമമാണ് കളക്റ്റീവ് നൗൺ എന്ന് പറയുന്നത്. എക്സാമ്പിൾ, എ ഹേർഡ് ഓഫ് കാറ്റിൽ ഈസ് പാസിംഗ്, എ സ്കൂൾ ഓഫ് ഫിഷ് തുടങ്ങിയവയൊക്കെ കളക്റ്റീവ് നൗണിന് എക്സാമ്പിളാണ്. ഒന്നിലധികം വസ്തുക്കളെയോ ആളുകളെയോ സൂചിപ്പിക്കുന്ന നാമമാണ് കളക്റ്റീവ് നൗൺ. 4-ാമത്തേതാണ് അബ്സ്ട്രാക്റ്റ് നൗൺ. നിറത്തെയോ സ്വഭാവത്തെയോ കുറിക്കുന്ന നാമമാണ് അബ്സ്ട്രാക്റ്റ് നൗൺ. നിറത്തെയോ നാമത്തെയോ തുടങ്ങി എന്ത് ക്വാളിറ്റിയെയും സൂചിപ്പിക്കുന്ന ഒരു നാമമാണ് അബ്സ്ട്രാക്റ്റ് നൗൺ. എക്സാമ്പിൾ, എ ബ്യൂട്ടിഫുൾ ഫ്ലവർ. നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. കോമൺ എറേഴ്സ് ഇൻ ദ യൂസ് ഓഫ് നൗൺസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അറേബ്യൻ നൈറ്റ്സ് ആർ എ കളക്ഷൻ ഓഫ് വെരി ഇൻട്രസ്റ്റിംഗ് എപ്പിസോഡ്സ് ഓഫ് അഡ്വെഞ്ചർ. ഈ സെൻറ്റൻസിൽ ഏത് പാർട്ടിലാണ് എറർ ഉള്ളത്? ഈ സെൻറ്റൻസിലെ ഫസ്റ്റ് പാർട്ടിലാണ് എറർ ഉള്ളത്. അറേബ്യൻ നൈറ്റ്സ് എന്ന് പറയുന്നത് ഒരു കളക്റ്റീവ് നൗൺ ആണ്. അതുകൊണ്ട് തന്നെ ആറിന് പകരം ഈസ് ആണ് അവിടെ വെർബായി വരേണ്ടത്. ദ ബ്യൂട്ടിഫുൾ സറൗണ്ടിങ് ഓഫ് ദ പ്ലേസ് എൻചാൻറ്റഡ് മീ. ഇതിൽ എറർ വരുന്നത് ബി പാർട്ടിലാണ്. സറൗണ്ടിങ്ങിന് പകരം സറൗണ്ടിങ്സ് ആണ് വേണ്ടത്. The meeting will not end till the chairman gets approval from every members of the board. ഇവിടെ എറർ വരുന്നത് ഡി പാർട്ടിലാണ്. കാരണം every is always followed by a singular verb. Although she has studied English for almost a year, she is yet to learn the alphabets. ഇതിൽ എറർ വരുന്നത് സി പാർട്ടിലാണ്. ആൽഫബെറ്റ്സ് എന്ന് പറയില്ല, ആൽഫബെറ്റ് എന്നേ പറയുള്ളൂ. അതൊരു കളക്റ്റീവ് നൗൺ ആണ്. താങ്ക് യു ഫോർ വാച്ചിങ്. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ദയവായി കമൻറ്റിലൂടെ അറിയിക്കുക. താങ്ക് യു.